ഇന്ന് തുലാരാശിക്കാരെക്കുറിച്ച് അറിയാം. ഇക്കൂട്ടർ കൂടുതലും സെൻസിറ്റീവായ ആളുകളായിരിക്കും. എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ചിന്തിക്കുന്നവരുമാണ്. എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം എന്ന് ചിന്തിക്കുന്നവരും ഈ കൂട്ടർ തന്നെയാണ്. താൻ പറയുന്നത് എല്ലാവരും അനുസരിക്കണം എന്ന് കരുതുന്നവരും ഈ തുലാം രാശിക്കാരാണ്. ഇവർ ഒരു സമനില ആഗ്രഹിക്കുന്ന കൂട്ടരാണ്. താൻ പറയുന്നത് മറ്റുള്ളവർ കേൾക്കാതിരിക്കുമ്പോൾ ഇവർ ഒരുപാട് ഹേർട്ടാകും. എന്നാൽ ഒരു സോറി ചോദിച്ചാൽ ഇതെല്ലാം മറന്ന് അടുത്ത കാര്യം ചെയ്യാൻ പോകുന്നവരും ഇക്കൂട്ടർ തന്നെയാണ്. എല്ലാവരും നീതി പാലിക്കണമെന്ന് ചിന്തിക്കുന്നവരും ഈ കൂട്ടരാണ്. തുലാൻ രാശിക്കാരെ ഒരാൾ സങ്കടപ്പെടുത്തിയാൽ അവർ അത് പുറത്തു പറയില്ല, പക്ഷേ പല രീതികളിലായി അതവർ കാണിക്കും. ഈ തുലാൻ രാശിക്കാർ ഒരു കാര്യവും മറക്കാത്തവരാണ്. പ്രത്യേകിച്ച് ദുഃഖം നൽകിയതൊന്നും ഇവർ മറക്കാറില്ല. എത്ര നാളുകൾ കഴിഞ്ഞാലും അതിന് ക്ഷമ ചോദിക്കുന്നത് വരെ ഇക്കാര്യം അവർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഏതൊരു കാര്യം എടുത്താലും അതിൻ്റെ നന്മവശവും തിന്മയായിട്ടുള്ള വശവും ചിന്തിക്കുന്നവരാണ് ഈ തുലാം രാശിക്കാർ. താൻ എന്ത് തെറ്റ് ചെയ്താലും മറ്റുള്ളവർ ചോദിക്കരുത് എന്ന് ചിന്തിക്കുന്നവരും ഈ രാശിക്കാരാണ്. സ്വന്തം സൗന്ദര്യത്തെ കൂടുതലായി സ്നേഹിക്കുന്നവരും അല്ലെങ്കിൽ അത് കാത്തു സൂക്ഷിക്കുന്നവരുമാണ് ഈ തുലാം രാശിക്കാർ. ഇക്കൂട്ടർ മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്യാൻ മിടുക്കരാണ്. മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്യുകയും അവരെപ്പറ്റി കാര്യങ്ങൾ പറയാനും ഈ തുലാം രാശിക്കാർക്ക് കഴിയും. ഒരുപാട് സംസാരിക്കുന്നവരല്ലെങ്കിൽ പോലും എന്തെങ്കിലും ഒരു കാര്യമെടുത്താൽ ഇവരോട് സംസാരിച്ച് ജയിക്കാൻ കഴിയുകയില്ല. എല്ലാവർക്കും ബഹുമാനം നൽകി ബഹുമാനം വാങ്ങുന്നവരാണ് ഇക്കൂട്ടർ. ഇവർ ഒരിക്കലും ഒരു കാര്യം നേരിട്ട് പറയുകയില്ല, അത് വേറെ വഴിയിലായിരിക്കും പറയുക. വെട്ടിത്തുറന്ന് സംസാരിക്കുന്നവരല്ല, എല്ലാം ചിന്തിച്ച് സംസാരിക്കുന്നവർ തന്നെയാണ്. ചില സമയം വളരെ നല്ലവനായും ചില സമയം വളരെ ദുഷ്ടനായും നമുക്ക് ഈ തുലാം രാശിക്കാരെ കാണാൻ കഴിയും. രാശിക്കാരെ കുറിച്ചറിയാം. ഒട്ടും ക്ഷമയില്ലാത്ത ആളുകളായിരിക്കും. എല്ലാ കാര്യവും പെട്ടെന്ന് ചെയ്യുന്നവരായിരിക്കും. എല്ലാ തീരുമാനങ്ങളും എടുത്തു ചാടി എടുക്കുന്നവരും ഈ വൃശ്ചികൻ രാശിക്കാരാണ്. എല്ലാ കാര്യങ്ങളിലും ഒരു സംശയം പ്രകടിപ്പിക്കുന്നവരായിരിക്കും. ആരെയും പെട്ടെന്ന് അങ്ങനെ വിശ്വസിക്കാത്തവരാണ്. ഈ വൃശ്ചികൻ രാശിക്കാർ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വമല്ലെങ്കിലും സാഹചര്യം മൂലം ഒരുപാട് കള്ളത്തരങ്ങൾ പറയുന്നവരായിരിക്കും. ചെറിയ ഒരു പുള്ളിയെ വലിയ വട്ടമായി മാറ്റി തീർക്കാൻ കഴിവുള്ളവരാണ് ഈ വൃശ്ചികം രാശിക്കാർ. സംസാരത്തിലൂടെ തന്നെ ഒരു ചെറിയ കാര്യത്തെ അവർ വലുതാക്കി മാറ്റി തീർക്കും. ഇക്കൂട്ടർക്ക് സഹായം ചെയ്യാനുള്ള നല്ല മനസ്സുമുണ്ട്. എന്നാൽ ശരിക്കും ഇവർ തെറ്റായവർക്കായിരിക്കും സഹായങ്ങൾ ഒരുപാട് ചെയ്യുക. നല്ലവരെ ഇവർ മനസ്സിലാക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് വഞ്ചിക്കപ്പെടുകയും ചെയ്യും. ഇവരുടെ ശത്രു ഇവർ തന്നെയായിരിക്കും. കൂടെ നിന്ന് പുകഴ്ത്തുന്നവരെ നല്ലവരാണെന്ന് വിശ്വസിക്കും. എന്നാൽ തൻ്റെ തിന്മകൾ എടുത്തു പറയുന്നവരെ ഇവർ മനസ്സിലാക്കുകയേയില്ല. നല്ല സഹനശേഷിയും നല്ല ദയവുമുള്ളവരാണ്. എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുകയും എന്നാൽ അത് തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് അംഗീകരിക്കാനും ഇക്കൂട്ടർ തയ്യാറാകില്ല. ആരും പറയുന്നത് കേൾക്കാത്തവരാണ് ഇക്കൂട്ടർ. എത്ര തെറ്റുപറ്റിയാലും വീണ്ടും അവർ അതുതന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഇക്കൂട്ടർ കൂടുതലും കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കാത്തവരായിരിക്കും. ഒരുപക്ഷെ തിരികെ നൽകുകയാണെങ്കിൽ പോലും ഒരുപാട് കഷ്ടപ്പെട്ട് വേദനിച്ച് ആത്മഹത്യ എന്ന അവസ്ഥയിലെത്തിയതിന് ശേഷം മാത്രമേ ഇവർക്ക് ആ കടം തിരിച്ചു നൽകാനാകുകയുള്ളൂ. അതുകൊണ്ട് ഈ വൃശ്ചികൻ രാശിക്കാർ മാക്സിമം കടം വാങ്ങാതിരിക്കുന്നതാണ് ഉത്തമം. ദയയും അനുകമ്പയും ഒക്കെ ഒരുപാടുള്ളവരാണ്. എന്നാൽ ഇതെല്ലാം ഇവർ ചെയ്യുന്നത് ഒരു തെറ്റായ സ്ഥലത്തായിരിക്കുമെന്ന് ഇവർ പോലും തിരിച്ചറിയുകയില്ല. ഇക്കൂട്ടരെ പറ്റിക്കാനും എളുപ്പമാണ്. പക്ഷേ എല്ലാം പെട്ടെന്ന് ഗ്രഹിക്കാൻ ശേഷിയുള്ളവരും നല്ല ക്രിയേറ്റീവായി ചിന്തിക്കുന്നവരും ഇക്കൂട്ടരാണ്. ഏത് കാര്യമെടുത്താലും നല്ല ഭംഗിയിൽ വൃത്തിയിൽ ചെയ്തു തീർക്കണമെന്ന് ചിന്തിക്കുന്നവരും ഇവർ തന്നെയാണ്. ഒരു തീരുമാനമെടുത്താൽ അത് നടത്താൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിക്കാത്തവരും ഈ വൃശ്ചികം രാശിക്കാരാണ്.